മഴത്തോരും മുൻപേ സീരിയലിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ കാണുവാൻ പോകുന്ന മനോഹരമായ ദൃശ്യവിസ്മയങ്ങളുടെ മുന്നമേ കൂട്ടിയുള്ള വിവരണത്തിലേക്ക് വീണ്ടും ഓരോ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ബലാത്സംഗ കേസിൽ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്ന രോഹിത്തും ഹരിശങ്കറും കൂട്ടുകാരും പോലീസിന്റെ മൂന്നാം മുറയും കർശനമായ ചോദ്യം ചെയ്യലും സഹിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ സത്യങ്ങൾ ഓരോന്നായി തുറന്നു പറഞ്ഞു. ആ കൂട്ടത്തിൽ ഇതിനു മുൻപ് ആരെയെങ്കിലും ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ പതറിപ്പോയ രോഹിത്തും ഹരിശങ്കറും അലീനയെ മാനഭംഗപ്പെടുത്തുവാൻ ശ്രമിച്ചതായി സമ്മതിക്കുകയും ചെയ്തു. തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു പോലീസ് ജീപ്പ് കടപ്പാട്ടൂര വീട്ടിലേക്ക് പാഞ്ഞു പോവുകയാണ്. അവിടെ എത്തിയ SI രമേശ് നമ്പ്യാർ അലീനയെ കസ്റ്റഡിയിലെടുക്കുന്നു. യാതൊരു തെറ്റുകളും ചെയ്യാത്ത തന്നെ എന്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള അലീനയുടെ സംശയങ്ങൾക്ക് തൽക്കാലം പോലീസുകാർ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നാൽ മാനസികമായി തന്നെ വല്ലാതെ തകർക്കുന്ന പല ചോദ്യങ്ങളും ജീപ്പിനുള്ളിൽ വെച്ച് തന്നെ SI രമേശ് നമ്പ്യാർ തുടങ്ങി വെച്ചു. അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നീ ബ്ലൂ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. വാസ്തവത്തിൽ ആ ചോദ്യത്തിന്റെ മുമ്പിൽ അലീന പകച്ചുപോയി. തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷം രമേശ് നമ്പ്യാരുടെ അടുത്ത ചോദ്യം, ഹരിശങ്കറും രോഹിത്തും നിന്നോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടോ, നിന്നെ മാനഭംഗപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യലിന്റെ മുൻപിൽ ഹരിശങ്കറും രോഹിത്തും സത്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അലീനയോട് അപമര്യാദയായി പെരുമാറിയതും പോലീസിനോട് അവർ തുറന്നു പറഞ്ഞിരുന്നു. ഇക്കാര്യം തിരിച്ചറിയാതെ അലീന അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് SIയുടെ മുൻപിൽ വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ SI രമേശ് നമ്പ്യാർ രോഹിത്തിന്റെയും ഹരിശങ്കറിന്റെയും മുൻപിലേക്ക് അലീനയെ കൊണ്ടുപോവുകയും അവിടെ വെച്ച് അവർ ചെയ്ത നെറികേടുകളെക്കുറിച്ച് അവരെ കൊണ്ട് തന്നെ തുറന്നു പറയിപ്പിക്കുകയും ചെയ്തു. അലീന തന്നോട് കള്ളം പറഞ്ഞു എന്നുള്ള പക മനസ്സിൽ വെച്ചുകൊണ്ട് രമേശ് നമ്പ്യാർ അലീനയോട് തുടർന്ന് വളരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരണങ്ങൾ നടത്തിയത്. പിന്നീട് അലീനയെ ചോദ്യം ചെയ്യുവാൻ എത്തിയത് CI ഗോപാലകൃഷ്ണ പണിക്കരായിരുന്നു. അയാളുടെ മുൻപിൽ വെച്ച് കസ്റ്റഡിയിലുള്ള പ്രതികൾ ഇതിനു മുമ്പ് അലീനയെ റേപ്പ് ചെയ്യുവാൻ ശ്രമിച്ചു എന്ന് രമേശ് നമ്പ്യാർ വിളിച്ചു പറയുമ്പോൾ അലീനയ്ക്ക് മറുപടി പറയുവാൻ കഴിയാത്ത തലകുനിച്ചു നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. ഗോപാലകൃഷ്ണ പണിക്കർ അലീനയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ എന്ന്. അതിനുള്ള മറുപടി, സർ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്, മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച വിഷയമാണ്, അതിൽ എനിക്ക് പരാതിയില്ല എന്നായിരുന്നു. അലീനയുടെ വാക്കുകളോട് കോപത്തോടു കൂടിയാണ് ഗോപാലകൃഷ്ണ പണിക്കർ മറുപടി പറഞ്ഞത്. അതായത് ചില കേസുകൾ വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് കുത്തിപ്പൊക്കിയെടുക്കാൻ പറ്റും, പ്രത്യേകിച്ച് സ്ത്രീപീഡനം, കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയവ. അലീന വീണ്ടും പറയുകയാണ്, സർ, എനിക്ക് പരാതിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ CI വീണ്ടും അലീനയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ്. നിനക്ക് പരാതിയില്ല എന്ന് നീ അങ്ങ് പറഞ്ഞാൽ ശരിയാവുമോ? നീ ഇപ്പോൾ പ്രതികൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം? നിന്നെ അവർ മാനഭംഗപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നുള്ളത് അവരുടെ മൊഴിയാണ്. പക്ഷേ നീ പരാതിപ്പെട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പേരിൽ നടപടിയെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ. ഓൾറെഡി ഒരു കേസ് അവരുടെ മേൽ ചാർത്തപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നിന്റെ പരാതി കൂടി ലഭിച്ചാൽ പിന്നെ ഒരിക്കലും പുറം ലോകം കാണാതെ വണ്ണം അവർ ഇരുമ്പഴിക്കുള്ളിൽ അടയ്ക്കപ്പെടും. നീ പരാതി എഴുതി നൽകുന്നുണ്ടോ ഇല്ലയോ? ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ അലീന പകച്ചു നിൽക്കുകയാണ്. മറുപടിയൊന്നും പറയുവാൻ കഴിയാതെ നിൽക്കുന്ന അലീനയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഗോപാലകൃഷ്ണ പണിക്കർ രമേശ് നമ്പ്യാരോട് പറയുകയാണ്, എടോ, ഇവളെ താഴെ കൊണ്ട് നിർത്തിയേക്ക്. പകൽ സമയത്ത് പരാതി ഇല്ലാത്തവൾക്ക് രാത്രിയിൽ പരാതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, തൽക്കാലം കൊണ്ടുപോകും. ഇത് കേട്ടുകൊണ്ട് രമേശ് നമ്പ്യാർ അലീനയുമായി കോണിപ്പടി ഇറങ്ങി താഴേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ അലീനയെ പരിഹസിച്ചുകൊണ്ട് അയാൾ പറയുന്നുണ്ടായിരുന്നു, തന്തയും തള്ളയും ബന്ധുജനങ്ങളുമുള്ള സമ്പന്ന കുമാരന്മാരാടി ലോക്കപ്പിൽ കിടക്കുന്നത്, അവരുടെ ആളുകൾ വന്നിട്ടൊന്ന് കാണാൻ പോലും ഞങ്ങൾ അവരെ സമ്മതിച്ചിട്ടില്ല. പിന്നെയാണ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത വെറുമൊരു വീട്ടുവേലക്കാരിയായ നീ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നതനുസരിച്ചാൽ തടി കേടാകാതെ നിനക്കിവിടെ നിന്ന് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാണ്. ഈ മുന്നറിയിപ്പുകളൊക്കെ കേട്ടിട്ടും തിരിച്ചു മറുപടി ഒന്നും പറയാതെ അലീന മൗനമായി സ്റ്റെപ്പുകൾ താഴേക്ക് ഇറങ്ങുകയാണ്. പ്രേക്ഷകർ ചിന്തിച്ചിട്ടില്ലാത്ത ഗംഭീര ട്വിസ്റ്റുകളാണ് ഈ സീരിയലിൽ തുടർന്നു വരുവാൻ പോകുന്നത്. അതിന്റെ വിവരണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ സീരിയലിന്റെ തുടർന്നുള്ള എപ്പിസോഡുകൾ കൃത്യമായി മുന്നമേ കൂട്ടി നിങ്ങളിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്നവർ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് പുതിയ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നത് സന്ധ്യാസമയത്ത് ഗോവർദ്ധൻ കടപ്പാട്ടൂര വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ കൃഷ്ണജ അവിടേക്ക് പോലീസ് വന്നതും രോഹിത്തിന്റെ മുറി അവർ പരിശോധിച്ചതും അലീനയെ ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോയതും ഗോവർദ്ധനോട് പറഞ്ഞു. ഗോവർദ്ധൻ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. തനിക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ കൃഷ്ണജ വീണ്ടും ചോദിക്കുകയാണ്, അങ്കിളെ, അലീന ചേച്ചിയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയ കാര്യം അച്ഛനെ അറിയിക്കണ്ടേ? വേണ്ട മോളെ, ഇപ്പോൾ തന്നെ ബാലേട്ടൻ വല്ലാത്ത മനോവിഷമത്തിലാണ്, പോരെങ്കിൽ ICUവിലും. ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അല്ലെങ്കിലേ അച്ഛനെ അറിയിക്കാതിരുന്നാലും പ്രശ്നമല്ലേ മോളെ? അറിഞ്ഞാലോ ബാലേട്ടൻ പിന്നെ അവിടെ അടങ്ങിക്കിടക്കുമോ? അപ്പോൾ തന്നെ ആ ICUവിൽ നിന്ന് ഇറങ്ങിപ്പോരും. പിന്നെ എന്താണെങ്കിലേ നമ്മൾ ചെയ്യേണ്ടത്?
നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം മോളെ. ഒരുപക്ഷെ അലീനയെ പോലീസ് ഇവിടെ തന്നെ കൊണ്ട് തിരിച്ചു വിടുമായിരിക്കും. അവൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ഇത് പറഞ്ഞ് ഗോവർദ്ധൻ അപ്പോൾ തന്നെ ബൈക്കും എടുത്തുകൊണ്ട് പോയി. കൃഷ്ണജ ആശങ്കയോടെ ചുറ്റുവരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ബബിത മുറിക്കുള്ളിൽ കഥകടച്ചിരിക്കുകയാണ്. പക്ഷേ ആരോടോ അവൾ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം. കൃഷ്ണജ മെല്ലെ ബബിതയുടെ റൂമിന്റെ വാതിൽക്കലേക്ക് എത്തി. കൃഷ്ണജയെ കണ്ട മാത്രയിൽ പെട്ടെന്ന് ഫോൺ ചെവിക്കരിയിൽ നിന്ന് മാറ്റിയിട്ട് കൈയെടുത്ത് ആംഗ്യത്തിൽ ദേഷ്യത്തോടെ അവൾ ചോദിക്കുകയാണ്. എന്തു വേണം? ചേച്ചി, എനിക്ക് ആകെ പേടിയാവുകയാണ്. അമ്മയും അച്ഛനും ആശുപത്രിയിൽ, രോഹിയേട്ടനും അലീന ചേച്ചിയും പോലീസ് സ്റ്റേഷനിൽ. എന്താ ചെയ്യുക? അപ്പോൾ ബബിത, പേടിച്ചിട്ടെന്താ കാര്യം? വരുന്നത് പോലെയൊക്കെ വരട്ടെ. ഇത്രയും പറഞ്ഞിട്ട് അവൾ വീണ്ടും മൊബൈൽ ഫോൺ ചെവിയോട് ചേർത്തു. തുടർന്ന് വേഗം കൃഷ്ണജ അലീനയുടെ മുറിയിലേക്ക് ചെന്നു. എറണാകുളത്തുള്ള മാമച്ചൻ അങ്കിളിന്റെ ടെലഫോൺ നമ്പറിന് വേണ്ടി അവൾ അലീനയുടെ ബാഗ് തപ്പി. ഒരു പോക്കറ്റ് ബുക്കിൽ നിന്നും ഏതാനും ഫോൺ നമ്പറുകൾ അവൾക്ക് കിട്ടി. രേവതിക്കുട്ടി എന്ന പേരിന് താഴെയായി കണ്ട നമ്പർ കുറിച്ചെടുത്തിട്ട് അവൾ ബാഗിന്റെ സിബ് വലിച്ചിട്ടു. ലാൻഡ് ഫോൺ ഇരിക്കുന്ന ഇടത്ത് വന്ന് അവൾ രേവതിക്കുട്ടിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഒരു തവണ ബെല്ലടിച്ച് തീർന്നിട്ടും ആരും അറ്റൻഡ് ചെയ്തില്ല. അവൾ ഒന്നുകൂടി ശ്രമിച്ചു. 2 or 3 തവണ റിങ് ചെയ്തപ്പോൾ മറുവശത്ത് ഒരു സ്ത്രീ ശബ്ദം കേട്ടു. ഹലോ, ആരാണ്? അതെ, പാലായിൽ നിന്ന് കൃഷ്ണജയാ. ഓ, മേനോന്റെ മകൾ അല്ലേ? അതെ. രേവതി ചേച്ചി എവിടെ ഇല്ലേ? ഉണ്ടല്ലോ. ഇത് പറഞ്ഞിട്ട് ഗ്രേസമ്മ രേവതിക്കുട്ടിയെ നീട്ടി വിളിച്ചു. തുടർന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അലീന എവിടെ? അലീന ചേച്ചിയുടെ കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. അതിനിടയിൽ രേവതിക്കുട്ടിയുടെ സ്വരം, ആരാ ആന്റി? കൃഷ്ണജയാണ്, ദാ സംസാരിച്ചു. ഇത് പറഞ്ഞ് ഗ്രേസമ്മ ഫോൺ രേവതിക്കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു. രേവതിക്കുട്ടിയുടെ ശബ്ദം കേട്ടപ്പോഴേക്കും കൃഷ്ണജയ്ക്ക് കരച്ചിൽ വന്നു. വല്ലാത്ത പരിഭ്രാന്തിയോടുകൂടി രേവതിക്കുട്ടി ചോദിക്കുകയാണ്, എന്താ മോളെ, എന്തിനാണ് കരയുന്നത്? രേവതിക്കുട്ടിയുടെ ആ ചോദ്യം കൂടി കേട്ടപ്പോഴേക്കും കൃഷ്ണജയ്ക്ക് നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാവിലെ മുതൽ ആ വീട്ടിൽ നടന്ന സംഭവങ്ങൾ അത്രയും തനിക്ക് അറിയാവുന്നതുപോലെ കൃഷ്ണജ വിവരിച്ചു. തുടർന്ന് കാണുന്നത് ക്ലബിലേക്ക് പോകുവാൻ വേണ്ടി വേഷം മാറി കോട്ടിന് മീതെ പെർഫ്യൂമൊക്കെ സ്പ്രേ ചെയ്തുകൊണ്ട് നിൽക്കുന്ന മാമച്ചനെയാണ്. മാമച്ചന്റെ അരികിലേക്ക് അങ്കിളെ എന്ന് വിളിച്ചുകൊണ്ട് രേവതിക്കുട്ടി ഓടിയെത്തുകയാണ്. മാമച്ചൻ ഒരു ഉൾക്കിടിലത്തോടെ തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ണുനീരോടെ രേവതിക്കുട്ടി പറയുകയാണ്, അലീന ചേച്ചിയെ പോലീസ് പിടിച്ചു, എങ്ങനെയെങ്കിലും രക്ഷിക്കണം അങ്കിളെ. രേവതിക്കുട്ടിയുടെ കരച്ചിലും അലീനയെ പോലീസ് പിടിച്ചു എന്നുള്ള വാർത്തയും കേട്ടപ്പോഴേക്കും മാമച്ചൻ ആശ്ചര്യസ്തബ്ധനായിപ്പോയി. പോലീസ് പിടിച്ചെന്നോ? എന്തിന്? മോളെ, നീ നിലവിളിക്കാതെ കാര്യം തെളിച്ചു പറയും. അപ്പോൾ രേവതിക്കുട്ടി വീണ്ടും പറയുകയാണ്, പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോയി അങ്കിളെ അലീന ചേച്ചിയെ. അലീന ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അലീന ചേച്ചിക്ക് അങ്ങനെ ചെയ്യുവാൻ പറ്റില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകാം അങ്കിളെ. ഇത് പറഞ്ഞുകൊണ്ട് അവൾ മാമച്ചന്റെ കൈക്ക് പിടിച്ച് വലിക്കുകയാണ്. മാമച്ചൻ ആകെ കൂടി ദേഷ്യം വരുന്നുണ്ട്. നീ കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ കൊച്ചേ. മാമച്ചന്റെ മുഖഭാവം മാറുന്നത് കണ്ടുകൊണ്ട് രേവതിക്കുട്ടി കൃഷ്ണജ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാമച്ചനോട് വിശദീകരിച്ചു. അപ്പോഴേക്കും ആ മുറിക്കുള്ളിലേക്ക് ഗ്രേസമ്മയും കടന്നു വന്നു. അങ്കിൾ എന്താ അങ്കിളെ ഒന്നും പറയാതെ നിൽക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയും. ഇപ്പോൾ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന മട്ടിൽ ഭയപരവശയായി നിൽക്കുകയാണ് രേവതിക്കുട്ടി. മാമച്ചനാകട്ടെ ചിന്താധീനനായി താടിയും ചൊറിഞ്ഞുകൊണ്ട് ഗ്രേസമ്മയെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ്. ഇതൊരു ചീഞ്ഞ കേസാണല്ലോ മോളെ. നമ്മൾ എങ്ങനെയാണ് പബ്ലിക്കായിട്ട് ഇതിൽ ഇടപെടുന്നത്? ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 3-4 പേര് ചേർന്ന് പീഡിപ്പിച്ചു. ആ കേസിലൊക്കെ തലയിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മാനക്കേടല്ലേ മോളെ. അങ്കിൾ ഇതിലൊന്നും ഇടപെടണ്ട. അലീന ചേച്ചിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ആ വീട്ടിലെ ചെറുക്കൻ വല്ല വൃത്തികേടും കാണിച്ചതിന് അലീന ചേച്ചി എന്തിനാണ് പോലീസ് പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നത്? മോളെ, അത് സംബന്ധിച്ച് എന്തെങ്കിലും പോലീസ് ചോദിച്ചറിയാൻ വേണ്ടിയോ അല്ലെങ്കിൽ തെളിവെടുപ്പിനോ ഒക്കെ ആയിരിക്കും. അങ്കിളെ, നമുക്ക് അവിടെ പോയി ഒന്ന് അന്വേഷിക്കാം. ചേച്ചിക്ക് ആരാണുള്ളത്? മേനോൻ അങ്കിൾ ആണെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. കൃഷ്ണമോളും ബബിതയും മാത്രമേ വീട്ടിലുള്ളൂ. അലീന ചേച്ചിയുടെ കാര്യം ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ? മേനോൻ അങ്കിൾ ICUവിലായതുകൊണ്ട് ഒന്നും അറിയിച്ചിട്ടില്ലെന്നാണ് കൃഷ്ണമോള് പറഞ്ഞത്. നമ്മൾ ആരെങ്കിലും ചെന്നില്ലെങ്കിൽ അലീന ചേച്ചിക്ക് ഒരു സഹായവും കിട്ടില്ല അങ്കിളെ. രേവതിക്കുട്ടി മാമച്ചനെ വിടുന്ന ഭാവമില്ല. അപ്പോൾ മാമച്ചൻ പറയുക, എന്തായാലും രാത്രിയായില്ലേ കൊച്ചേ, ഇനി നാളെ രാവിലെ എങ്ങാനും പോയി നമുക്ക് അന്വേഷിക്കാം. നാളെ രാവിലെയോ? എന്തൊരു വർത്തമാനമാണ് അങ്കിൾ പറയുന്നത്? ഈ രാത്രിയിൽ അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യാനാ മോളെ അവിടെ? രേവതിക്കുട്ടി സകല പ്രതീക്ഷകളും തകർന്ന പോലെ മാമച്ചനെ തന്നെ നോക്കി നിമിഷങ്ങളോളം ഒരേ നിൽപ്പ് നിന്നു. പിന്നെ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. ആ കാഴ്ച കണ്ടിട്ട് മാമച്ചനോട് ഗ്രേസമ്മ പറയുകയാണ്, അതെ, നിങ്ങൾക്ക് പോലീസുകാരുമായിട്ടൊക്കെ പരിചയമുള്ളതല്ലേ? ക്ലബിൽ തന്നെ വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ തോളിൽ കൈയിട്ട് ലോഹ്യം പറയുന്നതൊക്കെ കാണാമല്ലോ. എൻ്റെ ഗ്രേസമ്മ അവരൊക്കെ പെൻഷൻ പറ്റിയവരാണ്. അല്ലാത്തവരാണെങ്കിൽ ഇവിടെ കൊച്ചിയിലെ ഉദ്യോഗസ്ഥന്മാരാണ്. പാലായിലുള്ള ഒരാൾക്ക് വേണ്ടി ഇവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് എന്തു ചെയ്യാൻ പറ്റും? എനിക്കൊന്നും അറിയാൻ മേല. ആ പെങ്കൊച്ചിൽ ചങ്ക് പൊട്ടിയാ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നത്. അലീന ചേച്ചി കഴിഞ്ഞേ ഉള്ളൂ അവൾക്ക് ലോകത്ത് ബാക്കിയുള്ളവരെല്ലാം. ഇനി ഈ രാത്രി മുഴുവൻ കരച്ചിലായിരിക്കും. അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത ആരെങ്കിലും കാണത്തില്ലേ കോട്ടയത്തും പാലായിലുമൊക്കെ? അവരെ ആരെയെങ്കിലും ഒന്ന് വിളിച്ചു പറ മനുഷ്യ.
എന്റെ ഗ്രേസമ്മേ, നീ എന്തു വർത്തമാനമാണ് ഈ പറയുന്നത്? എനിക്ക് പോലീസിലല്ലായിരുന്നു പണി, പട്ടാളത്തിലായിരുന്നു. അത്രയും പറഞ്ഞുടൻ തന്നെ മാമച്ചൻ പെട്ടെന്നൊരു വെളിപാടുണ്ടായതുപോലെ ഗ്രേസമ്മയെ വെട്ടിത്തിരിഞ്ഞു നോക്കി. എന്നിട്ട് പറയുകയാണ്, ഗ്രേസമ്മേ, കുറവലങ്ങാട്ടുള്ള നിന്റെ ഒരു അമ്മാച്ചന്റെ മകൻ പാലായിലുള്ള ഏതോ ഒരു പോലീസുകാരന്റെ മോളെയല്ലേ കെട്ടിയിരിക്കുന്നത്? ആ, അത് ശരിയാണല്ലോ, കുര്യച്ചനച്ചായയുടെ മോന്റെ മോൻ ജോബിച്ചൻ. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ടല്ലോ മാമച്ചായ. അവൻ പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് രജിസ്റ്റർ മാരേജ് കഴിക്കുകയാണ് ചെയ്തത്, അതും പോലീസുകാരന്റെ മകളെ. അവർക്കെല്ലാം ഭയങ്കര എതിർപ്പായിരുന്നു എന്നാ കേട്ടത്. അതിന്റെ പേരിൽ കേസും വഴക്കും ഒക്കെ ഉണ്ടായിരുന്നു. ജാതിയും മതവും ഒക്കെ വേറെ ആയിരുന്നല്ലോ. അതിപ്പോ 1-2 കൊല്ലം കഴിഞ്ഞില്ലേ ഗ്രേസമ്മേ? ഇപ്പൊ കേസൊക്കെ ശരിയായി കാണും. ആ പെണ്ണിന്റെ അച്ഛൻ പാലായിൽ ആരായിരുന്നു? സർക്കിളായിരുന്നോ? DSP അല്ലായിരുന്നു? പാലായിൽ എവിടാണ് DSP? DYSP ആയിരിക്കും. അയാൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്നറിയില്ലല്ലോ. എന്തായാലും ഞാൻ അച്ചായിയെ ഒന്ന് വിളിച്ചു ചോദിച്ചാലോ? ചോദിക്ക്, നീ ഇപ്പോൾ തന്നെ വിളിക്ക്. അത് കേട്ടപാടെ ഗ്രേസമ്മ ഫോൺ എടുത്ത് കുറവിലങ്ങാട്ടേക്ക് വിളിച്ചു. കുട്ടികൾ ആരോ ആണ് മറുവശത്ത് ഫോൺ എടുത്തത്. മോളെ, കുര്യച്ചൻ അച്ചായിക്ക് ഫോണൊന്ന് കൊടുക്കോ? ആരാണ്? കൊടുക്കാം. ഗ്രേസമ്മയാണെന്ന് പറഞ്ഞാൽ മതി. അല്പം കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മ ഉദ്ദേശിച്ചയാളെ തന്നെ ലൈനിൽ കിട്ടി. അച്ചായി, പാലാരിവട്ടത്തുനിന്ന് ഗ്രേസമ്മയാണ്. ഞാനൊരു അത്യാവശ്യ കാര്യത്തിനാണ് വിളിക്കുന്നത്. നമ്മുടെ ജോബിച്ചൻ കല്യാണം കഴിച്ചിരിക്കുന്നത് പാലായി എന്നൊരു പെണ്ണിനെയല്ലേ? ഒരു DYSPയുടെ മോളെ. അതെടി, എന്തു പറ്റി ഇപ്പം? അവരുമായിട്ടിപ്പോൾ എങ്ങനെയാണ്? വഴക്കൊക്കെ തീർന്നോ? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലം അവർക്കൊരു കൊച്ചുണ്ടായി, പുലി പോലൊരുത്തൻ. അതിനിടയ്ക്ക് ജോബിച്ചന് 3 കല്യാണം കഴിക്കേണ്ടി വന്നു എന്ന് മാത്രം. 3 കല്യാണമോ? ആദ്യത്തേത് രജിസ്റ്റർ കല്യാണം, രണ്ടാമത്തേത് പെൺവീട്ടുകാരുടെ ഇഷ്ടത്തിന് അമ്പലത്തിൽ വെച്ച്, മൂന്നാമത്തേത് ഞങ്ങളുടെ ഇഷ്ടത്തിന് പള്ളിയിൽ വെച്ച്. ക്ഷണക്കത്തും ആൾക്കൂട്ടവും സദ്യവട്ടവും ഒന്നും ഇല്ലാത്ത കല്യാണങ്ങളായിരുന്നു എന്ന് മാത്രം. ചടങ്ങ് നടത്തി, അത്ര തന്നെ. അച്ചായി, പെണ്ണിന്റെ അച്ഛൻ ഇപ്പോഴും പാലായിലെ DYSP തന്നെയാണോ? അതെ, മധുസൂദനൻ. അല്ലച്ചായി, ജോബിച്ചൻ ഇപ്പോൾ എവിടെയാണ്? അവനങ്ങ് അതിരുമ്പുഴയിലാണ്. അവനും അവൾക്കും ഗാന്ധി യൂണിവേഴ്സിറ്റിയിലല്ലേ ജോലി. അവരവിടെ ഒരു വീടും വാങ്ങിച്ച് അവിടെ അങ്ങ് കൂടി. ജോബിച്ചന്റെ നമ്പർ ഒന്ന് തരുമോ? എന്തുവാടി കൊച്ചേ ഈ രാത്രിയിൽ അത്യാവശ്യം? അച്ചായി, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് പാലായിൽ ഒരു പോലീസ് കേസ് ഉണ്ടായി. ജോബിച്ചനെ കൊണ്ട് പറയിപ്പിച്ചാൽ ആ DYSP വല്ല ഇളവും ചെയ്യുമോ എന്നറിയാനായിട്ടാണ്. ഓ, അത് ശരി. ജോബിച്ചൻ അവൻ്റെ അമ്മായിയച്ഛൻ്റെ അടുത്ത് റെക്കമെൻഡ് പറയുന്ന കാര്യം സംശയമാകട്ടോ. ഉള്ള കാര്യം ഞാനങ്ങ് പറയാമല്ലോ. കാണുമ്പോൾ വലിയ ചിരിയും വർത്തമാനവും ലോഹ്യവും ഒക്കെ ആണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ശകലം കിറുകിറുപ്പില്ലേ എന്നെനിക്കൊരു സംശയമുണ്ട്. അയാൾക്കും ഉള്ളുകൊണ്ട് അത്ര പിടുത്തമില്ലെന്ന് കൂട്ടിക്കോ. എന്തായാലും നീ ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ ജോബിച്ചൻ്റെ നമ്പർ തരാം, എഴുതിയെടുത്തു. അത് കേട്ടുകൊണ്ട് പെട്ടെന്ന് പേനയ്ക്കും കടലാസിനും വേണ്ടി ഗ്രേസമ്മ മാമച്ചനോട് ആംഗ്യം കാട്ടി. മാമച്ചൻ പേനയും കടലാസും എടുത്തു. മറുവശത്ത് നിന്ന് കേൾക്കുന്ന അക്കങ്ങൾ ഗ്രേസമ്മ ഏറ്റു പറഞ്ഞു. മാമച്ചൻ അത് ഭദ്രമായി കുറിച്ചു വെച്ചു. ഫോൺ കട്ടായ ശേഷം ഗ്രേസമ്മ ചോദിക്കുകയാണ്, ജോബിച്ചനെ ഇപ്പൊ തന്നെ വിളിക്കാം അല്ലേ? വിളിക്ക്. പിന്നെ കാര്യം എന്താണെന്ന് പറയണ്ട. ഇപ്പോഴേ പറഞ്ഞാൽ അതിന്റെ ഗൗരവം അങ്ങ് പോകും. നമ്മൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മതി. മൊബൈലിൽ നിന്ന് വിളിച്ചു. ഇത് പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ എടുത്ത് മാമച്ചൻ ഗ്രേസമ്മയുടെ നേർക്ക് നീട്ടി. നമ്പർ ഡയൽ ചെയ്ത് കാതോട് ചേർത്തതിന് ശേഷം ഗ്രേസമ്മ പറയുകയാണ്, എൻഗേജ്ഡ് ആണല്ലോ. അപ്പോൾ പെട്ടെന്ന് മാമച്ചൻ ഫോൺ വാങ്ങിയിട്ട് പറയുകയാണ്, ഞാൻ സംസാരിച്ചോളാം, നീ പോയി അവളോട് പെട്ടെന്ന് റെഡിയാകാൻ പറ. ഇത് കേട്ടപ്പോഴേക്ക് മാമച്ചൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് ഗ്രേസമ്മ രേവതിക്കുട്ടിയുടെ മുറിയിലേക്ക് ഓടി. രേവതിക്കുട്ടി അവിടെ തല കുനിച്ച് ഭിത്തിയിൽ ചാരിയിരുന്ന് കരയുകയാണ്. അത് കണ്ടുകൊണ്ട് ഗ്രേസമ്മ വിളിക്കുകയാണ്, രേവതിക്കുട്ടി. അവൾ തല ഉയർത്തി നോക്കി, കണ്ണുനീർ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. വേഗം ഡ്രസ്സ് മാറി, പാലായ്ക്ക് പോകാം. ഗ്രേസമ്മയുടെ ആ വാക്ക് കേട്ടുകൊണ്ട് ഒരു വല്ലാത്ത അവിശ്വസനീയതയോടുകൂടി രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. 2-3 തവണ ശ്രമിച്ചതിന് ശേഷമാണ് മാമച്ചൻ ജോബിച്ചനെ ലൈനിൽ കിട്ടിയത്. ഞാൻ കുറേ നേരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു മോനെ. എൻഗേജ്ഡ് ആയിരുന്നു, മാമച്ചൻ പറഞ്ഞു. അങ്കിളെ, കുറവിലെങ്ങാട്ടുനിന്ന് വല്യപ്പച്ചൻ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്കിളിന് എൻ്റെ നമ്പർ തന്ന കാര്യം പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് മോനെ. 9:30 എത്തും. നിങ്ങൾ അപ്പോഴത്തേക്ക് ഉറങ്ങുമോ? ഞങ്ങൾ ഉറങ്ങാൻ 10-10 ആവും അങ്കിളെ. അല്ല, പാലായിൽ എന്തോ കേസ് കാര്യത്തിനാ വരുന്നതെന്ന് വല്യപ്പച്ചൻ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ അവിടെ വന്നിട്ട് പറയാം. അയ്യോ അങ്കിളെ, അത് പറയാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. പാലാ DYSPയുമായിട്ട് ഞാൻ അത്ര രസത്തിലല്ല. വല്യപ്പച്ചൻ സൂചിപ്പിച്ച് കാണുമല്ലോ. അത്രയും കേട്ടതോടുകൂടി മാമച്ചൻ എന്തു പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ഗ്രേസമ്മയും രേവതിക്കുട്ടിയും ഡ്രസ്സ് മാറി പോകാൻ തയ്യാറായി അയാളുടെ സമീപത്തേക്ക് വന്നു. മുഖത്തടിച്ചതുപോലെയുള്ള വർത്തമാനം കേട്ട് വല്ലാത്ത ദേഷ്യവും അതിലേറെ നിരാശയുമായിട്ട് മാമച്ചനാകെ ഇടഞ്ഞു നിൽക്കുകയാണ്. ഗ്രേസമ്മ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അതെ, ശുപാർശ ചെയ്യിക്കാനാണെന്നുണ്ടെങ്കിൽ അതിരുമ്പുഴയ്ക്ക് ചെല്ലണ്ട എന്ന് അയാൾ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു. എന്തൊരു നാണക്കേടായിപ്പോയി. നിന്റെ ചാർച്ചക്കാരല്ലേ, അവരിതും പറയും ഇതിലപ്പുറവും പറയും. ഇത് പറഞ്ഞുകൊണ്ട് മാമച്ചൻ ഗ്രേസമ്മയെ കുറ്റപ്പെടുത്തി തുടങ്ങുകയാണ്. അപ്പോൾ ഗ്രേസമ്മ, അതെന്താ മാമച്ച ഇങ്ങനെയൊക്കെ പറയുന്നത്?
നമ്മളൊരു അപേക്ഷയുമായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിനാണെങ്കിൽ ഇങ്ങോട്ട് പോരേണ്ടെന്ന്. അല്ല, അതെന്തൊരു മര്യാദയാ, മനുഷ്യന്റെ മുഖത്തടിക്കുന്നത് പോലെ. അത് കേട്ടുകൊണ്ട് ഗ്രേസമ്മ ജോബിച്ചനെ ന്യായീകരിക്കുകയാണ്. മാമച്ചായ, നമ്മൾ ഈ രാത്രിയിൽ വെറുതെ അത്രയും ദൂരം കാർ ഓടിച്ച് ബുദ്ധിമുട്ടേണ്ടെന്ന് കരുതി പറഞ്ഞതായിരിക്കും. 10-70 കിലോമീറ്റർ അല്ലേ അവിടെ വരെ. അപ്പോൾ രേവതിക്കുട്ടി ഇടയ്ക്ക് കയറി, അങ്കിളിന് കാർ ഓടിക്കാൻ പറ്റുമോ? ആ, കാർ ഓടിക്കാനൊക്കെ പറ്റും. അതിരുമ്പുഴ വരെ. അവിടെ എന്തിനു പോന്നു? അങ്കിളെ, ഞാനും ആൻറ്റിയും കൂടി അയാളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എൻ്റെ മോളെ അവിടെ ചെന്ന് അവരുടെ കാലിൽ വീഴുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനക്കേടല്ലേ? അതും അവരിഷ്ടമല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക്. അങ്കിളെ, അലീന ചേച്ചിക്ക് വേണ്ടി ആരുടെ കാലിൽ വീഴുവാനും എനിക്ക് ഒരു മടിയുമില്ല. അങ്കിളിന് കുറച്ചിലാണെങ്കിൽ അങ്കിൾ ആ വീട്ടിൽ കയറണ്ട. ഗേറ്റിന്റെ വെളിയിൽ ഞങ്ങളെ എത്തിച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ ഞാനും ആൻറ്റിയും കൂടെ നോക്കിക്കോളാം. അപ്പോൾ ഗ്രേസമ്മ, അത് ന്യായമാണ്. ഓ, അത് ശരി. കാർ ഓടിക്കാനാണെങ്കിൽ ഡ്രൈവർ പോരെ? ജോസിനെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞയക്കാം. അത്രയും കേട്ടപ്പോഴേക്കും രേവതിക്കുട്ടിയുടെ മിഴി നിറഞ്ഞു. അങ്കിളെ, പ്ലീസ്. ആ മുഖത്ത് നോക്കിയിട്ട് മാമച്ചന് നോ എന്ന് പറയുവാൻ കഴിഞ്ഞില്ല. എങ്കിലും അയാൾ ഒറ്റ കണ്ടീഷൻ വെച്ചു. ഞാൻ ആ വീട്ടിലേക്ക് വരില്ല, ഞാൻ പുറത്തേ നിൽക്കുകയുള്ളൂ. സമ്മതിച്ചു. 10 മിനിറ്റിനുള്ളിൽ അവർ വീട് പൂട്ടിയിറങ്ങി. കാറിൽ അതിരുമ്പുഴയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ രേവതിക്കുട്ടി ചോദിച്ചു, അങ്കിള് ഒരു ഉപമ പറഞ്ഞായിരുന്നല്ലോ, നരകത്തിൽ പാൽപ്പായസം വിളമ്പിയതുപോലെന്ന്. അതെന്താ സംഗതി? എടി കൊച്ചേ, നരകത്തിൽ മാത്രമല്ല സ്വർഗത്തിലും പാൽപ്പായസം വിളമ്പി. കോരി കഴിക്കാൻ ഓരോ സ്പൂണും കൊടുത്തു. പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ട്. 2 കൈയും പട്ടിക വെച്ച് കെട്ടിയിരിക്കുകയാണ്. കൈമുട്ട് മടക്കാൻ പറ്റില്ല. അയ്യോ, കൈമുട്ട് മടക്കാതെ എങ്ങനെയാണിത് കോരി കുടിക്കുക? ആ, അതല്ലേ രസം. നരകത്തിലുള്ളവർ പാൽപ്പായസം കയ്യിൽ വെച്ച് അത് കുടിക്കുവാൻ കഴിയാതെ വെറുതെയിരുന്നു. സ്വർഗത്തിലുള്ളവർ അവർ പരസ്പരം കോരിക്കൊടുത്ത് സുഖമായി പാൽപ്പായസമുണ്ട് വയർ നിറച്ചു. ഇതാണ് കഥ. ഓ, അത് ശരി. ഇതൊക്കെ അറിയാമായിട്ടാണോ അങ്കിള് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്നത്? മാമച്ചൻ ഒന്നും മിണ്ടാതെ കാർ ഓടിച്ചു പോവുകയാണ്. യാത്രക്കിടയിൽ ഗ്രേസമ്മ കുര്യച്ചനച്ചായിയെ ഫോണിൽ വിളിച്ച് അതിരുമ്പുഴയിൽ ജോബിച്ചന്റെ വീട്ടിലേക്കുള്ള വഴിയും മറ്റും ചോദിച്ചു മനസ്സിലാക്കി. 10 മണിയോടെ അവർ അതിരുമ്പുഴയിലെത്തി. യൂണിവേഴ്സിറ്റിയിലേക്കുള്ള മെയിൻ റോഡിനരികിൽ തന്നെയായിരുന്നു വീട്. കുര്യച്ചനച്ചായി പറഞ്ഞു കൊടുത്തിരുന്ന അടയാളങ്ങൾ വെച്ചു നോക്കി വീട് അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തി. മതിൽക്കെട്ടിനരികെ കാർ നിർത്തിയിട്ട് മാമച്ചൻ ഗ്രേസമ്മയോടും രേവതിക്കുട്ടിയോടും ഇറങ്ങിച്ചെല്ലുവാൻ പറഞ്ഞു. അപ്പോൾ രേവതിക്കുട്ടി, അങ്കിള് വരുന്നില്ലേ? നീയല്ലേ പറഞ്ഞത് ഞാൻ ഗേറ്റിന് പുറത്തു നിന്നാൽ മതിയെന്ന്? അങ്കിൾ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ വാശി പിടിച്ചാലോ? അങ്കിളുടെ മുമ്പിൽ ഈ ജോബിച്ചൻ ആരാ? വെറും ഒരു ശിശു. എന്നാൽ അങ്കിളോ മിലിറ്ററിയിലെ വലിയ പുള്ളിയായിരുന്ന മേജർ മാമൻ മാത്യു. അങ്കിൾ വാശി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മേജറോട് തന്നെ വാശി കാണിക്കണം. ഇത് ചുമ്മാ എട്ടും പൊട്ടും തിരിയാത്ത ഒരു കൊച്ചു പയ്യനോട് അങ്കിൾ ഇങ്ങോട്ട് വന്നേ. ഇത്രയും പറഞ്ഞ് രേവതിക്കുട്ടി മാമച്ചന്റെ കൈക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് ഗേറ്റിനടുത്തേക്ക് നടന്നു നീങ്ങി. വീർപ്പിച്ചു വെച്ചിരുന്ന ബലൂണിനകത്തേക്ക് സൂചിക്കുത്തേറ്റതുപോലെ ചുരുങ്ങി മാമച്ചൻ അവളോടൊപ്പം നടന്നു നീങ്ങുന്നത് കണ്ട് ഗ്രേസമ്മ അങ്ങനെ ഊറിച്ചിരിച്ചു. ജോബിച്ചനും ഭാര്യയും ഉറങ്ങിയിട്ടില്ല. മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും ഗേറ്റ് കടന്നു ചെല്ലുമ്പോൾ അവർ സിറ്റൗട്ടിൽ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു. 3 ആൾക്കാരെയും കണ്ടുകൊണ്ട് ജോബിച്ചൻ ഒരു ചെറു ചിരിയോടെ പറയുകയാണ്, ഒരു കാറ് വന്ന് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. നിങ്ങളാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഇടയ്ക്ക് വീണ്ടും കുറവിലങ്ങാട്ടൊന്ന് വല്യപ്പച്ചൻ വിളിച്ചു പറഞ്ഞു നിങ്ങൾ വരുന്നുണ്ടെന്ന്. അപ്പോഴേക്കും വല്ലാത്തൊരു പരിഭവത്തോടു കൂടി ഗ്രേസമ്മ ജോബിച്ചനോട്, നീ അധികം സംസാരിക്കണ്ട. അങ്കിളിനോട് നീ എന്തു വർത്തമാനമാണ് ജോബിച്ച പറഞ്ഞത്? ഒരുമാതിരി വെറുതെക്കാരോട് സംസാരിക്കുന്നത് പോലെ. ഇങ്ങനെയൊന്നും അല്ല ഞാൻ നിന്നെക്കുറിച്ച് വിചാരിച്ചിരുന്നത്. അങ്കിൾ ഒരു സഹായം ആവശ്യപ്പെട്ടപ്പോൾ അത് ചെയ്തു കൊടുക്കുവാൻ ഇഷ്ടമില്ലെങ്കിൽ അക്കാര്യം പറയുന്നതിനൊരു മര്യാദയില്ലേ? മുഖത്തടിച്ചതുപോലെ അതിനാണെങ്കിൽ ഇങ്ങോട്ട് പോരണ്ട എന്നൊക്കെയാണോ പറയുന്നത്? അത്രയും കേട്ടപ്പോഴേക്കും ജോബിച്ചന്റെ മുഖം വാടി. ജോബിച്ചൻ പറയുകയാണ്, സോറി ആൻറ്റി, ഞാൻ അന്നേരം എന്തോ കാര്യത്തിന് ഇവളുമായിട്ട് ഉടക്കിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴങ്ങനെയാണ് എൻ്റെ വായിൽ വന്നത്. ഞാനങ്ങ് പറഞ്ഞുപോയി, സോറി. അപ്പോൾ ജോബിച്ചന്റെ ഭാര്യ, ആൻറ്റി ഞാനും കുറച്ച് വഴക്ക് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണോ അവനവൻ്റെ ആൾക്കാരോട് സംസാരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ജോബിച്ചന് ചില നേരത്ത് ഇങ്ങനത്തെ ചില മുരട്ട് സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. മാമച്ചൻ അല്പം ദൂരെ മാറി നിൽക്കുകയാണ്. അത് കണ്ടിട്ട് അങ്കിളെന്താണ് അവിടെ നിന്ന് കളഞ്ഞത്? കയറി വാ എന്ന് പറഞ്ഞ് ജോണിച്ചൻ ക്ഷണിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് മാമച്ചൻ സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു. ജോബിച്ചൻ തൻ്റെ ഭാര്യയെ മാമച്ചന് പരിചയപ്പെടുത്തി. പ്രേമലത. 3 തവണ കല്യാണം നടത്തിയെങ്കിലും ആരെയും വേണ്ടതുപോലെ അറിയിക്കാനും ക്ഷണിക്കാനും ഒന്നും സാധിച്ചില്ല. ഞങ്ങൾക്കതൊക്കെ അറിയാം മോനെ. പെട്ടെന്ന് രേവതിക്കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് മാമച്ചനോട് ജോബിച്ചൻ ചോദിക്കുകയാണ്, ഇതാരാ ഈ കൂടെ വന്നിരിക്കുന്നത്? അത് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രശ്നവും ഇവൾ തന്നെയാണ്. പ്രശ്നമോ? എന്ത് പ്രശ്നം? എന്തായാലും നിങ്ങൾ അകത്തേക്ക് വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇത് പറഞ്ഞ് ജോബിച്ചൻ മൂവരെയും കൂട്ടി വീടിനുള്ളിലേക്ക് പോയി. അകത്ത് ചെന്ന മാത്രയിൽ തന്നെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഗ്രേസമ്മ ജോബിച്ചനോട് വിശദീകരിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജോബിച്ചൻ ചോദിക്കുകയാണ്, ഇത് ഭയങ്കര കുഴപ്പം പിടിച്ച കേസാണല്ലോ മക്കളെ. ഇതിനകത്ത് തലയിടാതെ മാറി നിൽക്കുന്നതല്ലേ നല്ലത്? ജോബിച്ച, മറ്റേ കേസ് അങ്ങ് വിട്ടുകളാ. അത് കുറച്ച് ചെറുപ്പക്കാർ കൂടി ഒരു പെണ്ണിനെ പീഡിപ്പിച്ച കേസാ. അതല്ലല്ലോ നമ്മുടെ വിഷയം.
അതിനൊരു പയ്യന്റെ കുടുംബത്തിൽ ജോലിക്ക് നിന്ന അലീനയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അതെന്തിനാണെന്ന് എനിക്കറിയണം. അത് പിന്നെ അങ്കിളെ മറ്റേ കേസുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കുമല്ലോ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ റേപ്പ് കേസിൽപ്പെട്ട ചെറുപ്പക്കാരുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ അവൾക്കുണ്ടായിരിക്കാം. അത് കേട്ടുകൊണ്ട് ഗ്രേസമ്മ പറയുകയാണ്, അലീനയുടെ കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയാം. അവൾക്ക് ആരുമായിട്ടും യാതൊരു മോശമായ ബന്ധങ്ങളുമില്ല. ഇത്രയും നല്ല മനസ്സുള്ളൊരു കുട്ടിയെ ഈ കാലഘട്ടത്തിൽ കാണാൻ കിട്ടില്ല. അപ്പോൾ വീണ്ടും ജോബിച്ചൻ ഗ്രേസമ്മയോട്, ആൻറ്റി, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പല മനുഷ്യരും. തർക്കിക്കണ്ട ജോബിച്ച, ഞാൻ മോശക്കാരിയാണെന്ന് വേണമെങ്കിൽ നീ പറഞ്ഞു, പക്ഷെ ആ കുട്ടിയെ ദൂഷിക്കരുത്. അത്രയ്ക്ക് നന്മയുള്ളവളാണ്. ജോണിച്ചൻ ഒരു തവണ കണ്ട് സംസാരിച്ചാൽ മതി, നിനക്കത് ബോധ്യപ്പെടും. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് അവളെ മോചിപ്പിക്കണം, അതാണോ ആൻറ്റിയുടെ ആവശ്യം? മോനെ, അവൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിനക്ക് പൂർണ്ണ ബോധ്യമായിട്ട് മാത്രം അങ്ങനെ ഒരു സഹായം ചെയ്താൽ മതി. ആൻറ്റി, ഉള്ള കാര്യം പറഞ്ഞാൽ ഇവളുടെ അച്ഛനാണെങ്കിലും ആളൊരു മോശടനാണ്. കേരള പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണെന്നാണ് വിചാരം. ഒരു DYSP എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കിത്രേ ഉള്ളൂ എന്ന് നമുക്കൊക്കെ അറിയാം. എന്നോടൊക്കെ ഒരുതരം പുച്ഛമാണ്. മോളെ IPSകാരനെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നു മോഹം. അത് നടക്കാത്തതിന്റെ ഗർവൊക്കെ ഉണ്ട്. പക്ഷേ ഞാനതൊന്നും അങ്ങോട്ട് വകവെച്ച് കൊടുക്കാറില്ല. അങ്ങേര് DYSP ആണെങ്കിൽ അങ്ങേർക്ക് കൊള്ളാം. അത്രയും കേട്ടപ്പോഴേക്കും ജോബിച്ചന്റെ ഭാര്യ പ്രേമലത ചാടി വീണു. പ്രേമലത പറയുകയാണ്, ജോബിച്ചന് കോംപ്ലക്സ് ആണ് ആൻറ്റി. എൻ്റെ അച്ഛനാണെന്ന് വെച്ച് DYSP അത്ര കുറച്ച് കാണേണ്ട ആളൊന്നും അല്ലല്ലോ. അടുത്ത പ്രൊമോഷൻ SP ആകേണ്ട ആളാണ്. പിന്നെ അച്ഛനിത്തിരി തലക്കനമുണ്ട് എന്നുള്ളത് നേരാ. ഇവിടെ ഒരാൾക്ക് അതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ വീണ്ടും ഗ്രേസമ്മ ചോദിക്കുകയാണ്, മോനെ, ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റുമോ? ആൻറ്റി, എന്തൊക്കെ പറഞ്ഞാലും അവൾ അവിടുത്തെ ഒരു വേലക്കാരിയല്ലേ. ഇതിലൊക്കെ നമ്മൾ ഇടപെടുന്നത് മോശമല്ലേ? സ്വന്തക്കാരോ വേണ്ടപ്പെട്ടവരോ ആണെങ്കിൽ വേണ്ടില്ല. ഇവളുടെ അച്ഛൻ എന്നോട് ചോദിച്ചാൽ നമ്മൾ എന്തു മറുപടി പറയും? എൻ്റെ പെങ്ങളുടെ മോളാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ മോളാണെന്ന് തന്നെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയാണ് അവളെ കരുതിയിരിക്കുന്നത്. അവൾ ജോലിക്ക് നിൽക്കുന്ന വീട്ടുകാരും അങ്ങനെ തന്നെയാണ്. ജോബിച്ചനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നേരിട്ട് അവളെ മോൻ പരിചയപ്പെടണം. എൻ്റെ ആൻറ്റി, അങ്കിളുടെ മോൾ അല്ലെങ്കിൽ പെങ്ങളുടെ മോൾ വല്ലയിടത്തും വീട്ടുജോലിക്ക് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ വിശ്വസിക്കുമോ? ജോബിച്ച, ഞങ്ങളിതിൽ കാണിക്കുന്ന താല്പര്യത്തിന് വലിയ അർത്ഥമുണ്ടെന്ന് നീ മനസ്സിലാക്കണം. വേറൊന്നും പറയാനില്ല. പെട്ടെന്ന് തന്നെ പ്രേമലത ഇടപെട്ടു. അതെ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അച്ഛനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചാലോ? ഉടനെ ജോബിച്ചൻ, വേണ്ട. ഏതായാലും ഇവരിവിടെ വരെ വന്നതല്ലേ, ഞാൻ ഇവരോടൊപ്പം പോയി അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം. അയ്യോ, അപ്പം ഞാൻ തനിച്ചല്ലേ എവിടെയുള്ളൂ? അത് കേട്ടുകൊണ്ട് ഗ്രേസമ്മ പറയുകയാണ്, അതെ, ആ പ്രശ്നം ഞാൻ പരിഹരിക്കാം. പ്രേമലതയ്ക്ക് ഞാൻ കൂട്ടിരിക്കാം. നിങ്ങൾ പോയിട്ട് വാ. വൈകാതെ ജോബിച്ചനും രേവതിക്കുട്ടിയും മാമച്ചനും കൂടി കാറിൽ പാലായ്ക്ക് പുറപ്പെട്ടു. അവർ പോയ ഉടനെ പ്രേമലത അച്ഛന് ഫോൺ ചെയ്തു. അച്ഛൻ എവിടെയാ? ഓഫീസിലാണോ വീട്ടിലാണോ? പോലീസുകാരനായി പോയില്ലേ മോളെ, 24 മണിക്കൂറും ഡ്യൂട്ടിയാ. അച്ഛാ, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി വിളിച്ചതാ. എന്താ മോളെ? ജോബിച്ചൻ അച്ഛനെ കാണാൻ ഇപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നെ കാണാനോ? ഈ രാത്രിയിലോ? നാളെ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുമല്ലോ. തമാശയല്ല അച്ഛാ, ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയാണ് ജോബിച്ചൻ വരുന്നത്. എൻ്റെ അടുത്ത് എന്തിനാണ് ഈ രാത്രിയിൽ അവൻ വരുന്നത്? ഓ, എൻ്റെ അച്ഛനൊന്ന് ഹെൽപ്പ് ചെയ്യണം. എടി, പോലീസ് കേസാണോ? അതെ, പക്ഷെ വേറൊരാൾക്ക് വേണ്ടിയാ. ജോബിച്ചൻ്റെ ഒരു അങ്കിളാണ്. എന്നോട് സഹായം ആവശ്യപ്പെടുവാൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ ആത്മാഭിമാനം സമ്മതിക്കുമോ മോളെ? ഈ വൈസ് ചാൻസലർ എന്നുള്ള പ്രയോഗം ഒരു പരിഹാസമാണ്. അപ്പോൾ വീണ്ടും പ്രേമലത, അച്ഛാ പ്ലീസ്, എന്താ കൊച്ചേ പ്രോബ്ലം? അതൊക്കെ അവർ വരുമ്പോൾ പറയും. ന്യായമാണെങ്കിൽ മാത്രം നടത്തി കൊടുത്താൽ മതി. ഞാൻ വിളിച്ചെന്ന് ജോബിച്ചിനോട് പറയുകയും ചെയ്യരുത്. ഓഫീസിലുണ്ടാവുമല്ലോ അച്ഛൻ. ആ, ഞാനിവിടെ ഉണ്ട്, അവർ വരട്ടെ, എന്താന്ന് വെച്ചാൽ നോക്കാം. ഫോൺ വെച്ചിട്ട് പ്രേമലത ഗ്രേസമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഹോ, ഈ ആണുങ്ങളുടെയൊക്കെ ഒരു ഈഗോ. അച്ഛനും കണക്കാ, ഭർത്താവും കണക്കാ, ആങ്ങള അതിനപ്പുറം കണക്കാണ്. 2 ലാർജും അടിച്ച് ഭക്ഷണവും കഴിച്ചിട്ട് ഗോപാലകൃഷ്ണ പണിക്കർ ക്വാർട്ടേഴ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് ജോബിച്ചനും രേവതിക്കുട്ടിയും മാമച്ചനും കൂടി അവിടേക്ക് എത്തുകയാണ്. ക്വാർട്ടേഴ്സിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് ASI അനിൽദാസ് ഗോപാലകൃഷ്ണ പണിക്കരോട് ചോദിക്കുന്നുണ്ട്, സാർ എങ്ങോട്ടാണ് മഫ്തിയിൽ ഈ രാത്രിയിൽ? ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ഇത് പറഞ്ഞ് പണിക്കർ സ്റ്റേഷനിൽ ചെന്ന് കയറി. അലീന അപ്പോഴും പോലീസ് സ്റ്റേഷന്റെ ഓഫീസ് മുറിയിൽ ഭിത്തിക്കരികെ ചാരി നിൽക്കുകയാണ്. പണിക്കർ അലീനയെ അടിമുടിയൊന്ന് നോക്കി. എന്നിട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലേഡി കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് അലീനയെ മുകളിലേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. എന്നിട്ട് അയാൾ സ്റ്റെയർ കേസ് കയറി തുടങ്ങി. എന്താണ് CI ഗോപാലകൃഷ്ണ പണിക്കരുടെ മനസ്സിലുള്ളത്? എന്തിനാണ് അയാൾ അലീനയെ മുകളിലേക്ക് വരുവാൻ ഈ പാതിരാത്രിയിൽ ക്ഷണിക്കുന്നത്? അരുതാത്തത് എന്തെങ്കിലും സംഭവിക്കുവാൻ സാധ്യതയുണ്ടോ? കഥ ഉദ്വേഗജനകമായ നിമിഷങ്ങളിലേക്ക് നീങ്ങുകയാണ്. കഥയുടെ അടുത്ത ഭാഗവുമായി അടുത്ത വീഡിയോയിലെത്താം. തൽക്കാലം ബൈ ബൈ.